ഹായ്, കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾക്കും അതുപോലെ തന്നെ ബികോമിനും ഒരേപോലെ വരുന്ന ഒരു ടോപ്പിക്കാണ് സോൾവൻസി റേഷ്യോസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോൾവൻസി റേഷ്യോസിനെ പറ്റിയാണ്. അപ്പോൾ എന്താണ് സോൾവൻസി റേഷ്യോ? ഒരു കമ്പനിക്ക് അവരുടെ ലോങ് ടേം ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു റേഷ്യോ ആണ് സോൾവൻസി റേഷ്യോ. അതായത് നമ്മളിപ്പോൾ ലോണൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ലോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോൺ തിരിച്ചടയ്ക്കാൻ നമുക്ക് പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് സോൾവൻസി റേഷ്യോ വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ 3 ടൈപ്സ് ഓഫ് സോൾവൻസി റേഷ്യോ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ, രണ്ടാമത്തത് ലോങ് ടേം ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ, മൂന്നാമത്തെ ഡെപ്റ്റ് ടു ടോട്ടൽ അസറ്റ്സ് റേഷ്യോ. ഇപ്പോൾ ഫസ്റ്റ് വൺ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോന്റെ ഫോർമുല വരുന്നത് ടോട്ടൽ ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇക്വിറ്റി ആണ്. അപ്പോൾ മൊത്തം അസറ്റ്സിന്റെ എത്ര പോർഷനാണ് ഡെപ്റ്റ്, എത്ര പോർഷനാണ് ഇക്വിറ്റി എന്ന് കാണിക്കുന്നതാണ് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ. ഇപ്പോൾ നമ്മുടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 2:1 ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഇക്വിറ്റിന്റെ ഇരട്ടിയാണ് നമുക്ക് ഡെപ്റ്റ് ഉള്ളത് എന്നാണ്. അപ്പോൾ സെക്കൻഡ് വൺ ലോങ് ടേം ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ. ലോങ് ടേം ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോന്റെ ഫോർമുല വരുന്നത് ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇക്വിറ്റി ആണ്. മൊത്തം അസറ്റ്സിന്റെ എത്ര പോർഷനാണ് ലോങ് ടേം ഡെപ്റ്റ് എന്നും അതിനകത്ത് എത്ര പോർഷനാണ് ടോട്ടൽ ഇക്വിറ്റി എന്നും നമുക്ക് ഈ റേഷ്യോയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ തേർഡ് വൺ എന്ന് പറയുന്നത് ഡെപ്റ്റ് ടു ടോട്ടൽ അസറ്റ്സ് റേഷ്യോ ആണ്. ഡെപ്റ്റ് ടു ടോട്ടൽ അസറ്റ്സ് റേഷ്യോ ഫോർമുല വരുന്നത് ടോട്ടൽ ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ് ആണ്. ഇനി നമുക്ക് എന്താ ഈ റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. മൊത്തം അസറ്റ്സിൽ എത്രയാണ് നമ്മൾ ഡെപ്റ്റ് വെച്ച് ഫിനാൻസ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന റേഷ്യോ ആണ് ഡെപ്റ്റ് ടു ടോട്ടൽ അസറ്റ്സ് റേഷ്യോ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡെപ്റ്റ് ടു ടോട്ടൽ അസറ്റ്സ് റേഷ്യോ നിങ്ങൾക്ക് 40% ആണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ മൊത്തം അസറ്റ്സിന്റെ 40% ആണ് നിങ്ങൾ ഡെപ്റ്റ് വെച്ച് ഫിനാൻസ് ചെയ്തിട്ടുള്ളത്. ബാക്കി 60% ഇക്വിറ്റി വെച്ചിട്ടായിരിക്കും ഫിനാൻസ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡെപ്റ്റ് ടു ടോട്ടൽ അസറ്റ്സ് റേഷ്യോ ലോവർ ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കമ്പനി ലെസ് റിസ്കിയർ ആണെന്നാണ്. അതുകൊണ്ട് തന്നെ ലെൻഡേഴ്സും ക്രെഡിറ്റേഴ്സും നമ്മുടെ കമ്പനിക്ക് കുറഞ്ഞ നിരക്കിൽ ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കും. അതേസമയം നമുക്ക് ഡെപ്റ്റ് ടു ടോട്ടൽ അസറ്റ്സ് റേഷ്യോ ഹയർ ആണെങ്കിൽ നമ്മുടെ കമ്പനി റിസ്കിയർ ആണെന്നാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഹയർ ആവാനാണ് ചാൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് സോൾവൻസി റേഷ്യോസിനെ പറ്റിയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺഡ്.